ഹേ ഗായ്സ് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഹോളിഡേ ആണ്, വർക്കൊന്നുമില്ലാത്ത ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുത്തേക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, എങ്ങനെയാണോ ഒരു യൂഷ്വൽ ഹോളിഡേ ഉള്ളത് അത്രയേ ഉള്ളൂ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് ചെയ്യേണ്ട ഒരു പ്രധാനമായ കാര്യമാണ് എൻ്റെ മക്കൾസിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരല്ലല്ലോ ഉള്ളത്. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? Guys, this is my Turkey. I'm Turkey. അപ്പോൾ ലീവുള്ള ദിവസം ഇതുപോലെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മേലോട്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കാനും എൻ്റെ പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ക്ലീനിങ് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പാട്ട് മുഖ്യമാണ്. അപ്പോൾ പാട്ട് വെച്ച് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴാണ് ചാർലിക്കുട്ടൻ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാം, കാരണം ആൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കളിച്ച് ആ പണിയെടുക്കാനുള്ള മൂടങ്ങ് പോയി. സമയം നോക്കുമ്പോൾ 11:30 ഇനി എന്തായാലും കുറച്ച് നേരം പാട്ട് കേട്ട് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പണിയൊന്നും നടന്നില്ലെങ്കിൽ എന്താ. അപ്പം ഞാൻ വിചാരിച്ചു കല്ലുനെ വിടാമെന്ന്. കല്ലുനെ വിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം ഇപ്പം കണ്ണനും കല്ലും ഭയങ്കര അടിയാണ്. രണ്ടാളും കാടന്മാരാണല്ലോ, അപ്പം അവർ ഭയങ്കര അടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടിലിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടിപ്പോൾ രണ്ടാളെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ കല്ലുനെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമുക്കൊരു കൂടുണ്ട്, ആ കൂട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആൾക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവനെ അങ്ങ് നടത്തിച്ച് വെയിലൊക്കെ കൊള്ളിക്കാം, കുറച്ചൊക്കെ ഒന്ന് അവനും എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കണ്ണനുള്ളതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഇത്തിരി ഈഗോയും പൊസസീവ്നെസ്സൊക്കെ കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയൊന്നല്ല, എന്നോടിപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ ഭയങ്കര ഹെൽത്തി ഫുഡാണ്. കാരണം മാമനും അമ്മയ്ക്കൊക്കെ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ റൈസ് അധികം പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെൽത്തി ഡിഷസൊക്കെ അമ്മായി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് മുട്ടയൊക്കെ ഇട്ടുള്ള ഒരു സംഭവം പിന്നെ ചിക്കൻ പൊരിച്ചതുമായിരുന്നു. അപ്പം ഫുഡ് കഴിക്കുമ്പോഴും TV കാണണം. പിന്നെ ഉച്ചമയക്കത്തിലാണ് എൻ്റെ മക്കൾസൊക്കെ, നല്ല ഉറക്കമാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം ഉറക്കമില്ല. കാരണമുണ്ട്. കാരണം എന്താ പറയുക, അവൻ്റെ ചെവിക്ക് ഭയങ്കര വേദന, കാരണം നല്ലപോലെ ചീയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേഗം അതങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന്. ഇല്ലെങ്കിൽ അവന് മരിക്ക് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അവനിപ്പോൾ ഈ കാണിക്കുന്ന പരാക്രമം പുറത്ത് ചുട്കീനെയൊക്കെ കണ്ടിട്ടാട്ടോ. കണ്ടൂടാ, പുറമേ നിന്ന് ഒരാളെ ഇഷ്ടമല്ല. ആകെ ഞങ്ങൾ 6 ആൾക്കാർ മാത്രം മതിയാണ്. ടോക്കിൻ്റെ ചെയ്യുന്ന സമയത്ത് തന്നെ ചാർലിൻ്റെതും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ മാമ ഇന്ന് തന്നെ കണ്ണൂർക്ക് പോവാണ്, കാരണം നാളെ വർക്കുള്ളതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് വിളക്കെത്തിച്ച് കഴിഞ്ഞ് അവരങ്ങ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ചാർലിനെ കൊണ്ടുവന്നില്ല. ചാർലി എവിടെയാ?
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ഒന്നും ചെയ്യാത്തൊരു വർക്കില്ലാത്തൊരു ഡേ, ഭയങ്കര റിലാക്സിങ് ആയിട്ടൊരു ഡേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം.